നമുക്ക് അടുത്തതായി പോകേണ്ടത് ആ വാർത്തയിലേക്കാണ്. പൊങ്കാല കലങ്ങൾക്ക് അത്തരത്തിൽ തീ കൊടുക്കാൻ വേണ്ടി കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ എത്തുന്ന ഒരു ചടങ്ങ്, അതും ഈ കോവിഡിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ശേഷം വരുന്ന ഒരു പൊങ്കാല എന്ന നിലയിൽ ആറ്റുകാൽ പൊങ്കാല ഈ വർഷം അത് വലിയ ആഘോഷമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തിരുവനന്തപുരത്ത് നിന്ന് ശരത് കെ ശശിയാണ് നാളത്തെ പൊങ്കാല വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കേരള വിഷൻ ന്യൂസിനു വേണ്ടി. ശരത്ത്, ഏത് തരത്തിൽ ആഘോഷമാക്കാനാണ് ഇപ്പോൾ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ആറ്റുകാൽ പൊങ്കാല? ഫിറോസ്, കഴിഞ്ഞ 2 വർഷമായി പരിമിതമായി മാത്രം ആഘോഷിച്ച ആറ്റുകാൽ പൊങ്കാല ഇത്തവണ വിപുലമായി എല്ലാ പാരമ്പര്യ ചിട്ടവട്ടങ്ങളോടെയും ആഘോഷിക്കുന്നതിനാണ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി മുൻ വർഷങ്ങളിൽ, കഴിഞ്ഞ 2022-2021 വർഷങ്ങളിൽ വളരെ അധികം ആളുകൾ കുറച്ച് മാത്രമാണ് ഈ പൊങ്കാലയിൽ പങ്കെടുത്തത്. അവർ തന്നെ വീട്ടിനകത്ത് ആയിരുന്നു പൊങ്കാല ഇടുകയും ചെയ്തത്. ഇത്തവണ അതല്ല സാഹചര്യം. ക്ഷേത്ര പരിസരം, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ ഈ പൊങ്കാല കലങ്ങളാൽ നിറയാൻ വേണ്ടി പോകുന്നു. ആ രീതിയിൽ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 40% അധികം ആളുകൾ ഇത്തവണ പൊങ്കാല ഇടാൻ വേണ്ടി വരും എന്നാണ് നിലവിൽ ഒരു ഏകദേശം കണക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ ഒരു ജനസഞ്ചയത്തെ ഉൾക്കൊള്ളാനുള്ള വിപുലമായ തയ്യാറെടുപ്പാണ് തിരുവനന്തപുരം നഗരത്തിന്റെ അങ്ങിങ്ങോളം നമുക്ക് കാണാനാകുന്നത്. ഇനി അല്പം മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഏതാണ്ട് ഈ നാളെ രാവിലെ 10:30 അടുപ്പ് വെട്ടുക. ആ ഒരു ചടങ്ങ് ഇനി അത്രമാത്രം സമയമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരുക്കങ്ങൾ സംഘാടകരുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവസാന ഘട്ടത്തിലാണ്. ഫുൾ സ്വിങ്ങിലാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്ന നമുക്ക് കാണാനാകും. ഇത്രയും വലിയ ആളുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങൾ, കനത്ത ചൂട് ഉള്ള ഒരു സാഹചര്യം, അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ കുടിവെള്ളം ഉറപ്പാക്കണം. ഇത്രയും ആളുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗത പ്രശ്നങ്ങൾ, അത് സ്വാഭാവികമായും പരിഹരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അവരുടെ താമസം, ഇത്രയും സ്ത്രീകൾ ആണ് വരുന്നത്, സ്ത്രീജനങ്ങളായതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷ അതൊരു വലിയ ഘടകമാണ്. അങ്ങനെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമീകരണങ്ങൾ, ഇങ്ങനെ എല്ലാ സർവ്വതലത്തിലും ഈ പൊങ്കാല കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ ക്ഷീണം മാറ്റുന്ന രീതിയിൽ ഈ പൊങ്കാല കൊണ്ടാടുക എന്ന് തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10:30 ക്ഷേത്രത്തിൽ അടുപ്പ് വെട്ടുക. അതിനുശേഷം പൊങ്കാലയിലേക്ക് വിവിധ പൊങ്കാല അടുപ്പുകളിലേക്ക് തീ പകരും. അങ്ങനെ നഗരം മുഴുവൻ ഒരു യാഗശാലയായി മാറുന്ന ഒരു ശരത്, അതായത് ഈ ശരത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തിരുവനന്തപുരത്ത് ദീർഘകാലം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ, മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് ഈ ലക്ഷക്കണക്കിന് സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു അതിശയോക്തി ഉള്ള കണക്കൊന്നുമല്ല. ലക്ഷങ്ങൾ ഒന്നു ചേരുന്ന ഒരു സംഗമമാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെ അത്രയധികം സ്ത്രീകളിൽ എത്തുന്ന മറ്റ് ഒരു ചടങ്ങ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അതിന് ഒരുക്കങ്ങൾ പൂർത്തിയാക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ശരത്ത് പറഞ്ഞതടക്കം സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നഗരസഭയെ സംബന്ധിച്ചൊരു വലിയ ഒരു ഹെക്കൂലിയൻ ടാസ്ക് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു വലിയ ജോലിയാണത്, ഭാരിച്ച ഉത്തരവാദിത്തമാണത്. അത് മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ആ പൊങ്കാല കഴിഞ്ഞ് നഗരം മുഴുവൻ ഈ പൊങ്കാല അടുപ്പുകൾ, നഗരവും പരിസര പ്രദേശങ്ങളും മൊത്തം ഇത്തരത്തിൽ പൊങ്കാല അടുപ്പുകളായിരിക്കും. പക്ഷേ മണിക്കൂറുകൾക്കകമാണ് അവിടുത്തെ ശുചീകരണ തൊഴിലാളികൾ ഇതെല്ലാം വൃത്തിയാക്കി നഗരം ക്ലീൻ ആക്കിയിടുന്നത്. ആ നിലയ്ക്ക് ഈ ശുചീകരണ തൊഴിലാളികളുടെ അടക്കം സേവനം കൃത്യമായും ഉറപ്പാക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുപോലെ ഈ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രധാനമായി ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നുണ്ടോ? ഫിറോസ് സൂചിപ്പിച്ച ശുചീകരണവുമായി ബന്ധപ്പെട്ട് തന്നെ ആദ്യം പറയേണ്ടിയിരിക്കുന്നു. കാരണം ഏറ്റവും വലിയ പ്രശ്നം, ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിലേക്ക് വരുന്നു. അല്ലെങ്കിൽ തന്നെ നഗരവുമായി ബന്ധപ്പെട്ട മാലിന്യം, ദിവസേന ഉള്ള മാലിന്യം തന്നെ ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്ന സാഹചര്യം. അവിടെയാണ് പുറം ജില്ലകളിൽ നിന്നടക്കം ആളുകൾ വരികയും വലിയ ഒരു മാലിന്യ കൂമ്പാരം ഈ പൊങ്കാലയുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ആ ഒരു മാലിന്യ പ്രശ്നത്തെ വളരെ നന്നായി തന്നെ നേരിടാൻ വേണ്ടി, കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ ഇത്രയും പൊങ്കാല അടുപ്പുകൾ കൂട്ടിയ ഇഷ്ടികകൾ എന്ത് ചെയ്യുമെന്നായിരുന്നു മുൻപുള്ള ചോദ്യം. ഇപ്പോൾ അതിന് കൃത്യമായ ഒരു പരിഹാരമുണ്ട്. മുൻപ് VK പ്രശാന്ത് മേയറായിരിക്കുന്ന ഘട്ടത്തിലായിരുന്നു ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ ലൈഫ് ഭവന പദ്ധതിക്ക് വീട് നിർമ്മിക്കാനായി ഉപയോഗിക്കാം എന്ന ആശയം ഉടലെടുക്കുന്നത്. അത് ഇത്തവണയും അതേപടി തന്നെ പ്രാവർത്തികമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
ഈ പൊങ്കാല അടുപ്പുകൾ ഉണ്ടാക്കിയ ഇഷ്ടികകളെല്ലാം ലൈഫ് ഭവന പദ്ധതിക്കായി ഉപയോഗിക്കും. ആരെങ്കിലും ഇത് ബൾക്കായി എടുത്തു കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് പിഴ ഈടാക്കുമെന്ന് നിലവിൽ കോർപ്പറേഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഏറ്റവും പ്രധാനമായുള്ള ഒരു പ്രശ്നം. ഈ ഇഷ്ടികകൾ ഉണ്ടാക്കുന്നതായിരുന്നു. അത് അങ്ങനെ പരിഹരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊന്ന് ഈ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് കുപ്പികൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഈ ഡീഗ്രേഡബിൾ ആയ വസ്തുക്കൾ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അത് കൃത്യമായി പരിശോധിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നഗരം കഴുകി വൃത്തിയാക്കുന്നതിന് വേണ്ടി, അതായത് ഈ പൊങ്കാലയൊക്കെ തന്നെ കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന എല്ലാം വൃത്തിയാക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട MG റോഡിലടക്കമാണ് ഈ പൊങ്കാല നേരിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ആ ഒരു നഗരം സർവ്വ സംവിധാനങ്ങളും ഒരുക്കി നഗരസഭ ഒരുങ്ങുന്നു. തിരുവനന്തപുരം നഗരസഭ ഒരുങ്ങുന്നു. ലക്ഷങ്ങൾ എത്തുന്ന ആറ്റുകാൽ പൊങ്കാല നാളെയാണ്. നാളെ ലക്ഷങ്ങൾ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തുമ്പോൾ സ്ത്രീകളുടെ, വനിതകളുടെ തലസ്ഥാനം എന്നൊക്കെ നമുക്ക് നാളെ തലസ്ഥാന നഗരിയെ വിശേഷിപ്പിക്കേണ്ടി വരും. അവിടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ, അതിൽ ശരത് സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ഇഷ്ടികകൾ, അവിടെ ഉപേക്ഷിക്കപ്പെടുന്ന ഇഷ്ടികകൾ അത് ശേഖരിച്ച് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭവന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതടക്കമുള്ള സർഗാത്മകമായ നിർദ്ദേശങ്ങൾ, അത്തരത്തിലുള്ള നടപടികളുമായും മുന്നോട്ട് പോകുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അവിടെ പൊങ്കാലയ്ക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന അവസാന ഘട്ട തയ്യാറെടുപ്പിൽ നഗരസഭ മുന്നോട്ട് പോകുന്നു.